റിപ്പോർട്ടർ ഇംപാക്ട്. നേമത്ത് സഞ്ചാരപാത അടഞ്ഞ ദുരിതത്തിലായ 1000-ലധികം കുടുംബങ്ങൾക്ക് ഒടുവിൽ ആശ്വാസമാവുകയാണ്. പാലവും റോഡിന്റെ നിർമ്മാണവും പൂർത്തിയാക്കാൻ ബിജെപി നേതൃത്വം ഇടപെട്ടു. ബിജെപി നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. റോഡിന്റെ നിർമ്മാണം ജനുവരിയിൽ പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് നൽകി. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ റെയിൽവേ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാതയിരട്ടിപ്പ് ആരംഭിച്ചപ്പോൾ സഞ്ചാരപാത നഷ്ടപ്പെട്ടവരാണ് തിരുവനന്തപുരം നേമം പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം താമസിക്കുന്ന 1000-ലധികം വരുന്ന കുടുംബങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് TV 2 വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. ഇതിൽ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. റെയിൽവേ മന്ത്രിക്ക് നേരത്തെ തന്നെ കത്തയച്ചിരുന്നു. പ്രദേശത്തെ ജനങ്ങളടക്കമുള്ളവർ ഈ വിഷയത്തിൽ നിരവധി തവണ സ്ഥലം MLA കൂടിയായിട്ടുള്ള വി ശിവൻകുട്ടി അടക്കമുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിവേദനങ്ങൾ നൽകി. പക്ഷേ അതിലൊന്നും തന്നെ നടപടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം അവർക്കൊരു ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഈ ജനുവരി മാസം അവർക്ക് നഷ്ടപ്പെട്ട റോഡ് തിരികെ നൽകും. അത് മാത്രമല്ല ഈ വട്ടവിള സുരേഷ് റോഡും നേമത്തെയും വെള്ളയണിയൊക്കെ പ്രധാനമായും ബന്ധിപ്പിക്കുന്ന പാലം കൂടി അതിന്റെ പണികൾ വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ നടപ്പിലാക്കുമെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം ഡയറക്റ്റായിട്ട് ഇടപെട്ട് ഇവിടെ വന്ന് ഈ ഇലക്ഷൻ തിരക്കിനിടയിലും വന്ന് നമുക്ക് പൂർണ്ണ പിന്തുണ തന്നിട്ട് വരികയാണ്. അതിന് റെയിൽവേ വഴിയും കേന്ദ്രം വഴിയൊക്കെ നല്ല രീതിയിൽ ഇടപെട്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ ബാക്കികളെല്ലാം പൂർണ്ണമായിട്ട് നമ്മൾ റോഡ് പൂർത്തിയാക്കി തരുമെന്നുള്ളതും പാലവും ക്ലിയറാക്കി തരുമെന്നുള്ളത് പറയുന്നത്. 2026 ഞങ്ങൾക്കിത് ശരിയാക്കി തരും, ലോട്ടറി ആയിട്ട് തരുമെന്നാണ് പറയുന്നത്. പിന്നെ അത് പോയിട്ട് ഇപ്പോൾ ജനങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് വരാനും പറ്റുന്നില്ല. താഴെ പാളത്തിൻ്റെ അവിടെ ചെന്നവരൊരു പാലം ഇട്ടേക്കുന്നത്, അത് ചെന്ന് 2 കല്ലിൻ്റെ പുറത്തിറങ്ങി കല്ലിൽ കൂടെ ചല്ലിയിലിറങ്ങി അപ്പുറത്തോട്ട് 2 പാളം കടന്ന് കയറണം. സിഗ്നൽ ശ്രദ്ധിക്കാതെ പോകുന്നവർക്കാണെങ്കിൽ ഇവിടെ ഒരു അപകട മരണം ഉണ്ടാകും. ഇപ്പോൾ ഈ ബെഡ് ഈ ഒരു കോൺക്രീറ്റ് മതിൽ അത് നമ്മുടെ ഈ വണ്ടി ആംബുലൻസ് പാത്ത് വേ ആണിത്, റോഡല്ല. അപ്പോൾ അതിന് തന്നെ അത് പൊക്കി അവർ തന്നെ അതിനെ ബലപ്പെടുത്തി ഇതിനെ സഞ്ചാരയോഗ്യമാക്കി തരാമെന്നുള്ള രീതിയിൽ ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന നേതൃത്വം നമ്മളിവിടെ വന്ന് സന്ദർശിച്ച് ചെയ്യുന്നത്. വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ മുമ്പേ വെച്ചാണ് ലൈവായിട്ട് കേന്ദ്ര കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അറിയിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് നേമം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന MR ഗോപൻ. ഉച്ചയോടുകൂടി തന്നെ ഇവിടെ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരും വന്ന് ഈ സ്ഥലം പരിശോധിച്ചു. വളരെ വേഗത്തിൽ തന്നെ ഈ പണികൾ ആരംഭിക്കും. ഇപ്പോൾ തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും അടുത്ത വർഷം ജനുവരി ആദ്യം ഇതിനൊരു പരിഹാരം കാണുമെന്നുള്ള ഉറപ്പാണ് നിലവിൽ ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഇത്രയേ ഉള്ളൂ. വികസനം വേണം, എന്നാൽ ആ വികസനം വഴിമുടക്കുന്ന വികസനമാകരുത്. നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ ഉറപ്പാക്കി കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോകണം. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ഇടങ്ങളുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് കാണും, അത് പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു ഉറപ്പ് കിട്ടുമ്പോൾ അത് നമുക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം.